ഹലോ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ സൈക്കോ. ഇന്ന് നമ്മൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കൂർക്ക ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. മിക്ക ആളുകൾക്കും കൂർക്ക കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും സമയവും കാരണം പലരും ഇത് വാങ്ങാറില്ല. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് നല്ലതുപോലെ വാഷ് ചെയ്യണം. കൂർക്കയിൽ അത്യാവശ്യം കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്ത് എടുക്കുക. പിന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് നമ്മുടെ കൂർക്കയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെറിയ ചെറിയ കൂർക്കയാണ് എടുത്തേക്കണത്. സാധാരണ ടേസ്റ്റ് കൂടുതലും ചെറിയ ചെറിയ കൂർക്കൊക്കെ ആണല്ലോ. അപ്പോൾ അതിലേക്ക് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് വെള്ളം ഒഴിക്കുക. അതായത് ഒരു ഇച്ചിരി അത് മുങ്ങിക്കിടക്കാവുന്ന ഭാഗത്തിലൊന്നും വെള്ളം ഒഴിക്കാതിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഏകദേശം ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതിയാകും. 2 വിസിലൊന്നും അടിക്കരുത്, വേവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി. ആ ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ കൂർക്കയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പീൽ ചെയ്യൂലേ, അതേപോലെ അതിൻ്റെ തൊലി നല്ല സിമ്പിളായിട്ട് കളയാൻ പറ്റും. എന്നാൽ കയ്യിൽ ഒട്ടും കാര്യങ്ങളൊന്നും ആവില്ല. വളരെ സിമ്പിളാണ്. കുറേ നേരമൊന്നും വേണ്ട, കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ക്ലീൻ ചെയ്ത് നല്ല കൂർക്ക കിട്ടുന്നതാണ്. ടേസ്റ്റിനോ കാര്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല കേട്ടോ. ചിലർക്കൊരു ഡൗട്ടുണ്ട് അങ്ങനെ ടേസ്റ്റിന് വ്യത്യാസമൊക്കെ ഉണ്ടാവുന്നത്. ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് കൂർക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഇത് നല്ല എളുപ്പമായിട്ട് തോന്നും. നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അത്രയും എളുപ്പമാണ്. അപ്പോൾ കൂർക്കയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.